ഏവർക്കും മിസ്റ്റർ JBയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പോകുന്ന 2.1 ആംപ്ലിഫയർ ആണ്. കുറേ നാളായിട്ട് ഏകദേശം ഒരു 7-8 മാസത്തോളമായിട്ട് നമ്മുടെ സ്വന്തം യൂസിന് വേണ്ടിയിട്ട് ഒരു ആംപ്ലിഫയർ ചെയ്യാനായിട്ട് നടക്കുകയാണ്. പക്ഷേ ഇതുവരെ അത് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത്രയും വരെ ആയിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ആംബ് അസംബിൾ ചെയ്യാൻ തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത് വീണ്ടും ഡിലേ ആവാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ജസ്റ്റ് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് നിങ്ങളെന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു, ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ 2.1 ആംപ്ലിഫയർ എന്ന് പറയുന്നത്. നമ്മളൊരു കാസറ്റ് ഡെക്കാണ് ചെയ്യാനിരുന്നത്, പക്ഷേ നമ്മൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. LED സ്പെക്ട്രം VU മീറ്ററും അതുപോലെ 2.1 റിമോട്ട് കിറ്റും ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം 500+500 വാട്ട്സ് വരുന്ന സ്റ്റീരിയോയും ഒരു 300 വാട്ട്സ് സബും വരുന്ന രീതിയിലാണ് ഈ ആംബ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ആംബ് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ വീണ്ടും ഡിലേ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആംബിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയും 2.1 പവർ ആംപ്ലിഫയർ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിസൈൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഡിസൈനാണ് നമ്മളിന്ന് ഈ ഒരു ആംബിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ഡിസൈൻ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഡിസൈനിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലും നമുക്ക് കാണുന്നുള്ള, അതായത് വിഷ്വലായിട്ടുള്ള ഐറ്റംസ് വരികയും സെൻട്രൽ കൺട്രോളിങ് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് കരോക്കെ ഉള്ളതാണ്, അതുപോലെ തന്നെ സബ്, അതുപോലെ തന്നെ ഒരു സ്റ്റീരിയോ. ഇത്രയാണ് ഇതിനകത്ത് നമുക്ക് മെയിൻലി വരുന്നത്. ഇൻറ്റീരിയൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ്. ഇതിൻ്റെ ബോർഡിൻ്റെ എല്ലാം നമ്മൾ സെപ്പറേറ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. മഹാരാജയുടെ 8 ട്രാൻസിസ്റ്ററിൻ്റെ 2 മോണോ ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റീരിയോയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ DTECകാരുടെ ഒരു സബിൻ്റെ ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. സബിന് എത്ര പ്രാധാന്യം ഞാൻ കൊടുത്തിട്ടില്ല, കാരണം എത്ര താല്പര്യമുള്ള ഒരു കേസല്ല. സ്റ്റീരിയോയ്ക്കാണ് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. പിന്നെ VAയുടെ സബ് ഫിൽറ്റർ ബോർഡുമാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു LED സ്പെക്ട്രം VU മീറ്ററിൻ്റെ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ കത്തി കിടക്കുന്നത്, ഇതിനകത്തേക്ക് ഇൻപുട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പം ഈ ഒരു ഗ്രൗണ്ടിങ്ങിൻ്റെ ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. ഇതിന് നമുക്ക് 2 മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ കാണാൻ താല്പര്യമുള്ള തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൂടി ഓപ്പൺ ചെയ്തിട്ടിരിക്കുക. ഞാൻ ഉടനെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഇടുന്നതായിരിക്കും. പിന്നെ ഈ ആംബിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സെൻട്രലാണ് കൂടുതലും കൺട്രോളുകൾ വന്നിട്ടുള്ളത്. ബേസ് ട്രിപ്പിൾ എൻകോഡർ, ഈ ഒരു ഇതിൻ്റെ 2.1 റിമോട്ട് കിറ്റിൻ്റെ എൻകോഡിംഗ് എല്ലാം അവിടെയാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ സ്വന്തം ഡിസൈനാണ്. ഇതുവരെ ഈ ഒരു ഡിസൈൻ വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനൊരു ഡിസൈൻ നമ്മളിപ്പോഴാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കരോക്കെ ബോർഡ്, DTECകാരുടെ കരോക്കെ ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റ് കൺട്രോളുകളെല്ലാം ഡീറ്റെയിലായിട്ട് ഞാൻ ആംബിൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ അക്രിലിക് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളെല്ലാം അതെല്ലാം നമ്മൾ ഡീറ്റെയിലായിട്ട് ആംബിൻ്റെ വർക്ക് കഴിയുമ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം അത്യാവശ്യം സൈസുള്ളൊരു ക്യാബിൻ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് നമ്മുടെ 2.1 ആംബ് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നുണ്ടോ എന്നൊരു നമുക്കൊരു സംശയം. കാരണം നമ്മൾ കുറേ നാളായിട്ട് ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സെറ്റ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു ഡിസൈൻ ഒരു ഫ്രഷ് ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതുപോലെ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ, അതിൻ്റെ ഫുൾ റിവ്യൂ ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.